എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കാപാലികന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. കൊള്ളയും കൊള്ളിവെപ്പും ഞാൻ എന്നേ നിർത്തിയില്ലേ ഈശ്വര. എന്റെ സമാധാന ജീവിതം തകർക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പടം ടിവിയിൽ വരുത്തിയത് കുറച്ച് കടന്നു കൈയായിപ്പോയി. ഏതായാലും വന്നത് വന്നു. ഇനിയും എന്നെ സെൻട്രൽ ജയിലിലേക്ക് അയക്കല്ലേ മുറുഹ. இது என் மகள் ஞானம். ஹலோ நமஸ்காரம். ஞானம், இவர் யார் மாதிரி இருக்கு? அது வந்து இறந்து போன உன் அண்ணன் சுப்பிரமணியம் மாதிரி இல்லே? ஆமாப்பா, அண்ணா மாதிரியே இருக்கார். அதே கண்ணு, அதே மூக்கு, அதே மீசை. கார் ஆக்சிடென்ட்ல அடிபட்டு சாகும் போது தலையில் இந்த மாதிரி 2 கெட்டு இருந்தது. இந்த மூஞ்சியை பார்க்கும் போது அந்த டெட் பாடியே வந்து முன்னால நிக்கிற மாதிரி தோணுது. அப்பா, இவர் யாருப்பா? இவரு கேரளாவிலே பெரிய போலீஸ் ஆபீசர். அப்படியா? வாங்க, ஆத்துக்குள்ள வாங்க. வாங்க. அப்பா, இவருக்கு தலையில என்னாச்சு? ஏதோ அயோக்கிய ராஸ்கல் அடிச்சு உதைச்சு இந்த கதிக்கு ஏலாக்கிட்டார். அச்சச்சோ. கோயில இருந்து வரும்போது நடு ரோட்ல படுத்து இருந்தார். அப்புறம் கர்பா, என் கண்ணுல படாம இருந்தா இவருக்கும் நிச்சயமா உன் அண்ணன் கதியே வந்திருக்கும். பாவம். ஆமா, சம்பு எங்கே? பூஜை பண்ணிட்டு இருக்க. கூப்பிடுவனே. ஆரு சும்பு? சும்பு அல்லப்பா, சம்பு, என் மருமக புள்ள. என்ன என்ன பூஜை முடிச்சிட்டேளா? சித்த வரேளா? என்ன அப்பா கூட யார் வந்திருக்கான்னு பாருங்க. யாரு வந்திருக்கு? செத்து போன எங்க அண்ணா மாதிரியே ஒருத்தர். அப்படியா? என் மருமக பிள்ளையானதுனால சொல்லவில்லை, அவர் ஹரிச்சந்திர மாதிரி. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. പ്ലീസ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് സാർ? അവനൊരു പാഠം പഠിപ്പിക്കാൻ. ആണല്ലോ. പാഠം പഠിച്ചു കഴിഞ്ഞവനെ പിന്നെയും പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ മര്യാദക്കാരനാണ്, കുറ്റവാളിയല്ല. 24 മണിക്കൂർ അധ്വാനിച്ച് ഒരു കുടുംബം പുലർത്തുന്നവനാണ്. ഇനിയും എന്നെ അഴിക്കകത്താക്കിയാൽ അതോടെ എന്റെ കുടുംബം വെള്ളത്തിലാകും. ഞാനൊരു സ്ഥിരം കുറ്റവാളിയായി മാറും. അങ്ങനെ മാറിയാൽ ഈ വിൻസെന്റ് ഡിസൂസ ഇടിച്ച് നിന്റെ അസ്ഥി കലക്കും. ഒരുത്തന്റെ അസ്ഥി കലക്കാൻ ഏത് മണ്ടനും കഴിഞ്ഞു എന്ന് വരും. പക്ഷെ കലങ്ങിയ അസ്ഥി ശരിപ്പെടുത്തി എടുക്കാൻ കുറച്ച് മിടുക്ക് വേണം. സാർ എത്ര വട്ടം പറഞ്ഞു ഞങ്ങൾ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വന്നാലും ഞാൻ 2 എണ്ണത്തിനെയും പിടിക്കും. എന്നാ പിടിക്ക്. പക്ഷെ നിരപരാധികളായ ഞങ്ങളുടെ മനസ്സിന്റെ ശാപമേറ്റ് സാറും സാറിന്റെ കുടുംബവും നശിച്ച് വെള്ളത്തിലാകും. നോക്കിക്കോ. എന്റെ പ്രശ്നം തനിക്കറിയാമോ? ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടാണ് എന്നെ കേസ് പിടിക്കാൻ വിട്ടതെന്നും ഞാനിവിടെ ചുമ്മാ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുമൊക്കെയാണ് പ്രതിപക്ഷത്തെ ദുഷ്ടന്മാർ അസംബ്ലിയിൽ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. പാവം മന്ത്രി അമ്മാവൻ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കാനാവാതെ അമ്മാവൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. എന്റെ വരവിന്റെ ഉദ്ദേശം നിങ്ങളെ പിടിക്കൽ മാത്രമല്ല, അധോലോക തെണ്ടികളായ KRനെയും വിക്രമനെയും എനിക്ക് പൂട്ടണം. ഏത് വിക്രമൻ? നിങ്ങളെ കൊലയാളികളായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതേ വിക്രമൻ തന്നെ. KRും ഈ വിക്രമനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. മയക്കുമരുന്ന്, കൊല, ആയുധക്കള്ളക്കടത്ത് എന്നിവയൊക്കെയായിരുന്നു ഇവരുടെ ഏർപ്പാട്. ഇവർ തമ്മിൽ തല്ലി പിരിഞ്ഞപ്പോൾ പരസ്പരം പാര വയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്റലിജൻസിന് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നത്. അത് ശരി. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. അവന്മാരെ ഞാൻ പിടിച്ചാൽ മന്ത്രി അമ്മാവനെ ആണുങ്ങളെ പോലെ തലയുയർത്തി നടക്കാൻ നോക്കും. അപ്പൊ പിടിക്കണം സാർ. തടി കൊണ്ടും ബുദ്ധി കൊണ്ടും എന്ത് സഹായം വേണമെന്ന് പറ, ഞാൻ ചെയ്യാം.
இது சாப்பிட்டு கொஞ்சம் ரெஸ்ட் எடுத்துக்கங்க. ஏய் நீ ഗുളിക വിഴുങ്ങിയാச்சு. டிவி ടിവിയാ? എന്തോന്ന് ടിവി? டிவில பார்த்தது உன்னதானே? അത് ഞാനല്ലേ, അത് വേറെ ആള്. ഞാൻ അവനല്ലേ. கொலைகாரே கொலைகாரே അല്ല, கொலைகாரே டிவில பார்த்த ഞാൻ கொலைகாரே. சொல்றது கேளு. ஐயோ சிஸ்டர் காப்பாத்துங்க. ஐயோ சிஸ்டர் கதவு தர்றீங்க சிஸ்டர். ஐயோ காப்பாத்துங்க சிஸ்டர். சிஸ்டர் காப்பாத்துங்க சிஸ்டர். യഥാർത്ഥത്തിൽ നടന്ന എന്താണെന്ന് ഞാൻ சொல்றேன். சிஸ்டர் காப்பாத்துங்க காப்பாத்துங்க. யாராலும் கதவு திறக்குங்க. ஐயோ கடவுளே காப்பாத்துங்க. கதவு சாச்சா திறக்குங்க. சிஸ்டர் கதவு திறக்குங்க. ഇനി പറ, നിന്റെ ബോസ് എവിടെ? പറയാ, KR എവിടെയെന്ന്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് അറിഞ്ഞൂടാ ആരാണ് KR. ആരാ സാറേ KR? അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേടാ. ഇവൻ ഭയങ്കരനാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. എടാ തെണ്ടി, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നീയും നിന്റെ കൂട്ടുകാരൻ എത്ര കാലമാണ് നടക്കാൻ തുടങ്ങിയിട്ട്? ദേവി ഇത് വിശ്വസിക്കും. KR ആരാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ കിട്ടി. ആശുപത്രിയിലായ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള രൂപയ്ക്ക് വേണ്ടി നരകവാരുതിയിലേക്കാണല്ലോ ഈശ്വരാ നീ എന്നെ തള്ളിവിട്ടത്. എടാ, ഞങ്ങളെ കൊല്ലാമെന്ന നിന്നെ ഞങ്ങൾ കൊല്ലാതെ വെച്ചിരിക്കുന്നത് KR എവിടെയാണെന്ന് അറിയാന്. KRനെ കിട്ടിയാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അതുകൊണ്ട് പറ, ആ ദ്രോഹി എവിടെ? എന്നെ ആദ്യം വെറുതെ വിട്, എന്നിട്ട് ഞാൻ പറയാം KR എവിടെയെന്ന്. അത് ശരി, അപ്പൊ നിനക്ക് അറിയാല്ലേ? അങ്ങനെയല്ല, ഞാൻ അവനെ ഫോണിൽ വിളിക്ക്. നീ അണ്ണാനകട്ടവനടുത്ത് കാത്തു നിൽക്കുന്നു പറ. KRന് ഫോണില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. KRന് ഫോണില്ലെന്ന്? ഇല്ല. അയാൾക്ക് ഫോണില്ലാത്ത ഞാനെന്താ ചെയ്യാനാ? ഈ വകുപ്പിൽ ഇവൻ വഴങ്ങില്ല. എന്താ ചെയ്യാൻ പോവുക? നിരപരാധിയായ ആ കുട്ടിയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാൻ പറയാം, KRനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. KR മരിച്ചു. ഞാൻ കൊന്നു. ഞാൻ KR
കെആറിനെ കൊന്ന കാര്യം നിങ്ങൾ പോലീസിൽ പറയരുത്. ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്, സത്യം മാത്രം. ഇറങ്ങ. വിക്രമ, നിനക്കോ നിന്റെ തന്തയ്ക്കോ കെആറിന്റെ ഒരു രോമം തൊടാനുള്ള കഴിവില്ലടാ. ബിസിനസിൽ നിനക്ക് എന്നെ വഞ്ചിക്കാൻ സാധിച്ചു. അത് ഞാൻ നിന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയതാ. എല്ലാത്തിനെയും ഞാൻ കുഴിച്ചു മൂടും. അങ്ങനെ എല്ലാത്തിനെയും കുഴിച്ചുകൂടാൻ വരട്ടെ, അതിന് ഞങ്ങളുണ്ട്. നിന്നെ പോലുള്ള രാജ്യദ്രോഹികളെ വകവരുത്താനാ ഞങ്ങളെ പോലുള്ളവർക്ക് സർക്കാർ ശമ്പളം തരുന്നത്. ഞങ്ങൾക്കുള്ള അധികാരം നിങ്ങൾ അങ്ങനെ കയ്യിലെടുക്കാൻ നോക്കണ്ട, മനസ്സിലായോ? അല്ലറ ചില്ലറ മോഷണം നടത്തി സമാധാനപരമായി ജീവിച്ചിരുന്ന ഞങ്ങളെ ജയിലിലയച്ച തെണ്ടികളെ ഒരെണ്ണത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ലടാ. വല്ലവനും അനങ്ങിപ്പോയാൽ ഈ താവളത്തിന് ചുറ്റും ആയിരക്കണക്കിന് പോലീസുകാർ അണിനിരന്ന് കഴിഞ്ഞു. ഏത് പോലീസ്? എവിടെ നിരന്നു? ഇത്രയും സന്നാഹത്തോടെ നിൽക്കുന്ന ഇവന്മാരെ ഇങ്ങനെ വല്ലതും പറഞ്ഞു വരട്ടാനൊക്കോ? അതെ, ചുറ്റും പോലീസാണ്. ഇടറാ, എല്ലാവരും തോക്കും കത്തിയൊക്കെ താഴത്തിടറാ. All are under arrest. ആരെങ്കിലും ഒന്ന് അഴിച്ചുവിട്ടിട്ട് പോണേ. രാധിക അവിടെ ഇരുന്നു, ഞാനിപ്പോ വരാം.
சார் அது வந்து சார் സമയമായി. പുറപ്പെടട്ടുമാ. Sister, there is nothing to worry. I will see that your husband is set free. അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല സാർ. Oh, I see. പന്തു, ഞാൻ പറഞ്ഞു കൊടുക്കാം. സിസ്റ്ററെ, ഭയപ്പെടാമ ഇருக்கு. എത്രയോ പെരുങ്കള്ളന്മാരെ പിടിച്ചതിന് സഹായിച്ചതിന് ഇന്ത സാറ് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് പൊതു മാപ്പ് വാങ്ങിച്ചരാമെന്ന് ഏറ്റിരിക്കുക. അവൾക്ക് മലയാളം അറിയില്ല. ഞാൻ പറഞ്ഞ തമിഴല്ലേ? അല്ല, இந்த സാറ് എങ്ങൾക്ക് വിടുതലേ വാങ്ങി കൊടുക്കും. ആഭ്യന്തരമന്ത്രി എന്റെ അമ്മാവനാ. ആമാ, ഉൾത്തുறை அமைச்சர் ഇവർക്ക് മാമനാക്കും. എല്ലാத்துக்கும் നീ എന്നെ മன்னிக்கணும். சீக்கிரம் நீங்க திரும்பி வந்தா போதும். വരുവേൻ, എത്രയും പെട്ടെന്ന് വരുവേൻ. അന്തസ്സുള്ള ആണുങ്ങളായിട്ട് തിരിച്ചു വരുവേൻ. ഞങ്ങളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കും സിസ്റ്ററെ. ല-